എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ദുബായിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ ഈ അക്വേറിയം കാണിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. അവിടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അക്വേറിയം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ പറ്റും, അതുപോലെ ഇങ്ങനെ നോക്കി നടന്ന് കാണാനും പറ്റും. ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ഇനി ഫിഷ് വാങ്ങി കറി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അക്വേറിയത്തിൽ ഇടാൻ കുറച്ച് ഫിഷ് വേണമെന്നും പറഞ്ഞ് ഞാനവിടെ നിപ്പായി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എൻ്റെ കാത്തുനിൽപ്പും ക്ഷമയും ഒക്കെ കണ്ടിട്ട് 10 ദിർഹത്തിന് 5 ഗപ്പി തരാനുള്ള ചേട്ടൻ എനിക്ക് 10 ദിർഹത്തിന് 6 ഗപ്പി തന്നു. അതും കൊണ്ടായി അടുത്ത നടത്തം. അത് കഴിഞ്ഞിട്ട് ജീവനുള്ള വലിയ ഫിഷുകൾ. ഇതിൻ്റെ ഒന്നും പേരൊന്നും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ കൈയൊക്കെ വയ്ക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് എന്തോ വല്ലാണ്ട് പേടിയൊക്കെ തോന്നും. ഇതൊക്കെ എങ്ങനെയോ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നും. പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴേ അമ്മ ഫോൺ എടുത്ത് തോണ്ടി തുടങ്ങി. വേറൊന്നിനുമല്ല, ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫിഷുണ്ട്. ചോട്ടാവാല ഫിഷും ബഡാവാല ഫിഷും എന്തൊക്കെയാണോ എന്ന് പോലും അറിയില്ല. ശരിക്കും നമ്മളൊരു ഫിഷ് മാർക്കറ്റിലാണോ വന്നതെന്ന് തോന്നിപ്പോവും. എന്തൊക്കെയാണോ ഇവിടെ കാണുന്നത്, പലതരത്തിലുള്ള ഫിഷുകൾ. അതുപോലെ ഇതൊക്കെ എന്താ ഈ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ മീനിൻ്റെ മുട്ടകൾ ഇങ്ങനെ ഓരോ ബോട്ടിലാക്കി കളർഫുള്ളായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പവിഴ മുത്തകൾ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും മീനുകളൊക്കെ അടുക്കിപ്പറക്കി വെച്ചേക്കുന്നത് കണ്ട സ്വർണ്ണക്കടയിൽ സ്വർണം പോലും ഇത്ര നന്നായി അടുക്കിപ്പറക്കി വയ്ക്കില്ല. അവിടെയുള്ള സ്റ്റാഫിന് ഓരോരുത്തർക്ക് പ്രത്യേകം യൂണിഫോമും അതുപോലെ പ്രത്യേക സ്ഥലങ്ങളും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫിഷ് മാർക്കറ്റാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ആ ചേട്ടൻ ഇങ്ങനെ ജീവനുള്ള ഞണ്ടിനെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതതിൻ്റെ വേറൊരു സൈഡിലുള്ള ഒരു പോർഷനാണ്. ഇത് ഉണക്കമീനാണ്. ഇത്രയും വെറൈറ്റീസും ഇത്രയും ഉണക്കമീനും ഒരുമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കും ഫേവറേറ്റാണ് ഉണക്കമീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാനും അഞ്ചും അവിടത്തേക്കും കൂടി തിരിഞ്ഞു. ഇതിനും പേരും നാളും ഒന്നും അറിയാത്ത കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും നമുക്കറിയാവുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് കുറേ സ്ഥലമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ വെറുതെ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളത്. തുർക്കിഷ് സ്നാക്സും എല്ലാ സാധനങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു മോള് പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടക്കാനും വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ അകത്തൊരു കൗണ്ടറുണ്ട്. ഫ്രഷ് മീൻ വാങ്ങിയിട്ട് നമുക്ക് ആ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള മസാലയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതവർ സെറ്റ് ചെയ്ത് തരും. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. ഇവിടെ ബോട്ടിൽ പുതിയ ഫിഷ് വരുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു ചെറിയ ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. നിങ്ങൾക്ക്